ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ മിത്രയുടെ ഫോണും കൊണ്ടിട്ട് ആര്യൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആര്യന്റെ മിത്രയുടെ ഫോൺ വാങ്ങിച്ചിട്ട് നമ്മുടെ മിഥുൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ആര്യനാണ് മെസ്സേജ് വായിക്കുന്നത്, നാളെ ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ അതിന് തിരിച്ച് മറുപടി ഇട്ട് ഓക്കെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും നാളെ മിത്രയുടെ ആര്യനും അതുപോലെ തന്നെ പഴയ കാമുകനായിട്ടുള്ള മിഥുനും തമ്മിലുള്ള ഭയങ്കര സ്റ്റണ്ടാണ് നാളെ നടക്കാൻ പോകുന്നത്. അതേസമയം നമ്മുടെ ഗോമതിയെടുത്തും അതുപോലെ തന്നെ മിത്രടുത്തും പറയുന്നുണ്ട് ദേവി, മീനാക്ഷി സ്വഭാവം മാറി മാറി വരുവാണ് കേട്ടോ. മീനാക്ഷിയുടെ വീട്ടുകാരോട് ആകാശിനെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അമ്മയുടെ മോൻ ആകാശിന് അമ്മക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്നതും നമ്മുടെ ഗോമതിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. മിത്രക്കാണെങ്കിൽ ഇത് കേട്ടോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുമില്ല കേട്ടോ. മിത്ര ആണെങ്കിൽ ദേവി അടുത്തി അങ്ങനൊന്നും പറയല്ലേ, മീനാക്ഷി അടുത്തി അങ്ങനത്തെ ഒന്നും അല്ലെന്ന് പറയുമ്പോ നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്കതൊന്നും മനസ്സിലാവാത്തതിനെ കാരണം നിങ്ങളൊക്കെ അവർ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാ. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പേരുണ്ടായിരുന്നു, എന്താണെന്നറിയാവോ? അതെന്താ മോളെ ആ പേരെന്ന് ചോദിക്കുമ്പോ അതാണ് CID ദേവി എന്ന് പറയാണ്. അതെ, മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യും, അങ്ങനെയാ എനിക്ക് ആ പേര് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ മിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ദേവീനെ കുറച്ചങ്ങോട്ട് നീക്കി നിർത്താം. അതായത് മീനാക്ഷിനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം, വായെടുത്ത കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണത്. അതുകൊണ്ട് അത് കേട്ട് മിത്രക്ക് മതിയായി കേട്ടോ. അപ്പൊ മിത്ര ഈ പറയേണ്ട ദേവിയെടുത്തി എനിക്കൊരു സഹായം ചെയ്യാവോ? എന്താ മിത്ര, എന്താ വേണ്ടത്? അതെ, ഞാനിപ്പോ 2 ദിവസം ലീവാണല്ലോ. അതെ, ലീവാണ്. സ്കൂളിൽ വിവരം കോളേജിലെ വിവരം വിളിച്ച് അറിയിക്കണ്ടേ? പിന്നെ വേണം 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 അത് വേണം. അതെ, കോളേജിലേക്ക് എനിക്കൊരു ലീവ് ലെറ്റർ എഴുതി തരാവോ? ദേവിയെടുത്തി MA ഇംഗ്ലീഷ് ആണല്ലോ, അപ്പൊ നന്ന അടിപൊളിയായിട്ട് ലീവ് ലെറ്റർ എഴുതല്ലോ. നല്ല കാര്യകാരണങ്ങൾ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഒരു ലീവ് ലെറ്റർ, കിടക്കാച്ചി ലീവ് ലെറ്റർ തയ്യാറാക്കി തരാവോ? ഞാനോ? അതെ, ദേവിയെടുത്തി MA ഇംഗ്ലീഷ് ആണ്, നല്ല സൂപ്പറായിട്ട് സാഹിത്യം എഴുതണ പോലെ ഇംഗ്ലീഷ് എഴുതില്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല അടിപൊളി ലീവ് ലെറ്റർ എഴുതി തരണം. മിസ്സുമാർ അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ലീവ് ഒരാഴ്ചത്തേക്ക് തരുന്ന രീതിയിലേക്കൊക്കെ ലീവ് ലെറ്റർ ദേവിയെടുത്ത് തയ്യാറാക്കി തരില്ലേ? അതിനെന്താ, ദേവിയെടുത്ത് തയ്യാറാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അങ്ങോട്ട് പോകുവാണ്. ദേവി പോയി കഴിയുമ്പോഴേക്കും മിത്ര ഗോമതിയെടുത്ത് പറയുന്നുണ്ട്, ദേവിയെടുത്ത് മീനാക്ഷി എടുത്തത് കുറ്റം പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞുവിട്ടതാ. ഇനിയിപ്പോ ലീവ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നോളൂല്ലോ. അത് നന്നായി. ഇടക്ക് തോന്നൊരു പൊട്ടി പെണ്ണാണെന്ന്, ഇടക്ക് തോന്നൊരു പാവമാണെന്ന്. ദേവിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല മോളെന്ന് ഗോമതി പറയുമ്പോ അതന്നെയാണ് എനിക്കും അതാ മനസ്സിലാവാത്തത് എന്ന് പറയാണ്. അതേസമയം ആകാശാണെന്നുണ്ടെങ്കിൽ മീനാക്ഷിനെയും കൂട്ടിക്കൊണ്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകുക. പോകുന്ന വഴിക്ക് ആകാശ് വിളിക്കുന്നുണ്ട്, ബാലനെ വിളിക്കുന്നുണ്ട്. അച്ഛ, എടാ നീ ഇത് എവിടെയാണ്, എത്രയും പെട്ടെന്ന് കടയിലേക്ക് എത്താൻ നോക്കുന്നത് പറയാണ്. ബാലൻ, അച്ഛ എനിക്കിന്ന് കടയിലേക്ക് വരാൻ പറ്റില്ല അച്ഛ എന്ന് പറയാണ്. കടയിലേക്ക് വരാൻ പറ്റില്ലെന്നോ? പിന്നെ നീ എവിടെ പോകുക? എന്താ നിനക്ക് കടയിലേക്ക് വന്നാലും ചോദിക്കുമ്പോ അത് അച്ഛ, ഞാൻ മീനാക്ഷിയുടെ വീട് വരെ ഒന്ന് പോവാ. മീനാക്ഷിയുടെ വീട് വരുമോ? മീനാക്ഷിയുടെ വീട്ടിലെന്താ? അത് മീനാക്ഷിയുടെ അച്ഛനാ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണ്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അത് ഇന്നലെ പോയതല്ലേ ഉള്ളൂ, എല്ലാ ദിവസവും പോകേണ്ട കാര്യമുണ്ടോ? അച്ഛാ, ഇത് അത്യാവശ്യം ആയതുകൊണ്ടാണ്, ഞാൻ പോയിട്ട് വരാം അച്ഛാ. ശരി ശരി, പോയിട്ട് പെട്ടെന്ന് വാ. ശരി അച്ഛാ. അത് വേണ്ട ഫോം വെക്കുവാണ്. ഫോം വെച്ചപ്പോഴേക്കും മീനാക്ഷി വെക്കട്ടെ, എന്ത് പറഞ്ഞു? പോയിട്ട് വരാൻ പറഞ്ഞു, നമുക്ക് പോകാന്നേ. എന്നിട്ട് ആകാശം മീനാക്ഷിയും കൂടി പോകുവാട്ടോ. ബാലനെനിക്ക് ആകെ വിഷമമാവുന്നുണ്ട്, എന്തൊരു പേടി പോലെ തോന്നിട്ട് ബാലന്റെ വെപ്രാളം കാണിക്കാണ്. അത് കഴിയുമ്പോ ധർമ്മം പറയുന്നുണ്ട്, അല്ല അവരിന്നലെ പോയതല്ലേ ഉള്ളൂ, പിന്നെ ഇന്ന് പോകേണ്ട കാര്യമുണ്ടോ ചോദിക്കുമ്പോ ഞാനൊന്നും ചോദിച്ചില്ല, അവന്റെ തീരുമാനം എടുത്തു. ഏതായാലും അവൻ കാര്യങ്ങളൊക്കെ ശരിക്കും അവൻ തന്നെ മനസ്സിലാക്കണേ നല്ലത്, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അവിടുത്തെ കാര്യങ്ങൾ അവൻ തന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ. പോകണമെങ്കിൽ നിങ്ങളും പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ഗോമതി സ്റ്റോഴ്സ് ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, ഇവിടുത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ എല്ലാവരും അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ബാലനാകെ വിഷമത്തിൽ ഓരോന്ന് ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാട്ടോ. ധർമ്മന കാര്യം മനസ്സിലായി, മോൻ നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് ബാലനെന്നുള്ള കാര്യം ധർമ്മനെ മനസ്സിലായിട്ടോ. ധർമ്മം പറയട്ടാ അളിയാന്ന് പറയുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, അവന്റെ ഭാര്യ വീട്ടിൽ പോകണേ എനിക്കെന്താ കുഴപ്പം? അതല്ല അളിയ, എനിക്ക് മനസ്സിലാവും, അളിയനെന്നല്ല ആർക്കായാലും ഇത് അത്ര നല്ലതായിട്ട് തോന്നത്തില്ല. കാരണം എല്ലാ ദിവസവും അവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതും പോയിട്ട് പെട്ടെന്നൊരു വരവൊന്നുമല്ലല്ലോ, പോയിട്ട് രാവിലെ പോയിട്ട് പാതിരാത്രി ആകുമ്പോഴല്ലേ അവര് കയറി വരാറ്. ആര്യനെ എപ്പോഴും അളിയൻ വഴക്ക് വരാണ്ട് പാതിരാത്രി ജോലി കഴിഞ്ഞ് കയറി വരുന്നു. ഇവരിപ്പോ 2-3 ദിവസമായിട്ട് പാതിരാത്രി തന്നെയാണ് കയറി വരുന്നത്. ഞാനൊന്നും പറയുന്നില്ല ധർമ്മ, അവര് സ്വയം മനസ്സിലാക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലും പറയില്ല, ഒന്നും പറയില്ല. പിന്നെ മീനാക്ഷിയുടെ വീട്ടുകാരല്ലേ, അവൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, പോയിട്ട് വരട്ടെ എന്താ ബാലൻ പറയാണ്. മീനാക്ഷിയുടെ വീട്ടിലാണെങ്കിൽ ആകാശിന്റെ പരമസുഖം കേട്ടോ. ആകാശ് പറയണ്ട, അച്ഛാ വീട്ടിൽ തന്നെ പറയണ്ട അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് പറയുമ്പോ ഹോസ്പിറ്റലിൽ ഉച്ച കഴിഞ്ഞിട്ടാ പോകേണ്ടത് പറയുമ്പോ മീനാക്ഷി ചോദിക്കണ്ട, ഉച്ച കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്, എന്നിട്ടാണ് ഇത്ര തിരക്ക് പിടിച്ചത്? അപ്പോഴേക്കും അമ്മ പറയണ്ട്, മോളെ നിന്നെയും ആകാശിനെയും നേരത്തെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങനെ പറഞ്ഞത്.
ആകാശം അത്രേ സമയം ഇവിടെ ഉണ്ടാവുമല്ലോ, അതിനാ നിന്റെ അച്ഛൻ നേരത്തെ വരാൻ പറഞ്ഞത്. ആ മക്കളെ, എന്തായാലും ഉച്ച കണ്ട ഹോസ്പിറ്റലിൽ പോകേണ്ടത്. നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കുന്നത് ഉച്ച ഭക്ഷണവും അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ചിരുത്താണ്. ആകാശിന് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ ഉച്ച തിരിയുമ്പോഴേക്കും ആകാശിനെ കൂട്ടിക്കൊണ്ട് മീനാക്ഷിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ശരിക്കും ആ ചെക്കപ്പിന്റെ ദിവസമൊന്നും അല്ല കേട്ടോ, വെറുതെ അവരെ വിളിച്ചു വരുന്ന ഒരു കാരണം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജസ്റ്റ് തലവേദനയാണെന്നോ അതുപോലെ തന്നെ ചെറിയൊരു കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാലോ. അവർ ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറെ എന്ത് പറ്റി, ഞാൻ പറഞ്ഞല്ലേ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു 1-2 ആഴ്ചയായിട്ട് വന്നാൽ മതി എന്ന്. എല്ലാ ഡോക്ടർ, എനിക്ക് വല്ലാത്തൊരു തലവേദന, അതാ ഞാൻ വന്നത്. ഓ അതാണോ എന്ന് പറഞ്ഞിട്ട് നോക്കണൊക്കെ ഉണ്ട്, മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ട. അപ്പൊ മീനാക്ഷി അച്ഛന്റെ മനസ്സിൽ ഇങ്ങനെയാണ്, ഓ നാളെ ഇവര് എന്ത് കാരണം പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരും എന്നുള്ള വിചാരം കേട്ടോ അങ്ങയുടെ മനസ്സിലും. അങ്ങനെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ മീനാക്ഷി പറയണ്ട, അച്ഛാ അമ്മ എന്ന് ഞങ്ങൾ പോയിക്കോട്ടെ, സമയം ഒത്തിരി വൈകിയെന്ന് പറയുമ്പോ, മക്കളെ ഇത് നിങ്ങൾക്ക് നാളെ രാവിലെ പോയാൽ പോരെ, എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ പോണോന്നുണ്ടോ? അമ്മ ഞങ്ങൾ പോട്ടെ. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുന്ന് വൈകി പോയപ്പോ വീട്ടിലമ്മ ഭക്ഷണം ഒന്നും കഴിച്ചില്ല, എന്നെ ആകാശിനും കാത്തിരിക്കായിരുന്നു. ഓ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പോരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും നിങ്ങൾ കുറച്ചു കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നാളെ രാവിലെ പോയാൽ മതി. അപ്പോഴേക്കും മീനാക്ഷി അച്ഛൻ പറയണ്ടേ, ശാന്തി നീ ആകാശിനുള്ള ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയാണ്. വേണ്ടച്ചാ, ഞങ്ങൾ വേറൊരു ദിവസം വന്ന് നിൽക്കാം, ഉറപ്പാണല്ലോ, വേറൊരു ദിവസം വന്ന് നിൽക്കുമെന്ന് ഉറപ്പാണല്ലോ. അന്ന് നിൽക്കുമ്പോഴേ 2-3 ദിവസം കൂട്ടി നിൽക്കണ രീതിയിലേക്ക് വേണം വരാനായിട്ട്. ശരി അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് രാത്രി തന്നെ അവിടുന്ന് പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ മീനാക്ഷി അച്ഛനെ അമ്മയടുത്ത് പറയുന്നുണ്ട് അവരെന്തായാലും പോയി. പക്ഷെ അവർ പോയി കഴിയുമ്പോൾ ഒരു മനസ്സിലൊരു വിഷമമാണ് ശാന്തി, അതെനിക്ക് മനസ്സിലായി. എനിക്ക് അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് മുമ്പേ അങ്ങനെ തന്നെയാണല്ലോ. മോളെ വിട്ടു നിൽക്കാൻ ഭയങ്കര പ്രയാസമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ മോള് ജനിച്ചപ്പോഴേ ഒരു തീരുമാനം എടുത്താണല്ലോ മോളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ മോളുടെ ഭർത്താവിന് ഇവിടെ കൊണ്ട് നിർത്തണമെന്നുള്ളത്. എന്തായാലും സാരമില്ല, അവള് സുഖമായിട്ടല്ലേ ജീവിക്കണത്, ആലോചിച്ച് നമുക്ക് സമാധാനിക്കാം. എന്ത് സുഖമാണ് ശാന്തി നീ പറഞ്ഞത്, ആ വീട്ടിന്റെ അവസ്ഥയൊക്കെ നീ കണ്ടതല്ലേ, വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ മോളെ അങ്ങനെയാണോ വളർത്തിയത്? അവിടെ അവൾക്ക് പോവാനായിട്ട് അവർക്ക് ശരിക്കും ഒരു കാറ് പോലും ഇല്ല. കണ്ടില്ലേ എന്റെ മോൾ ഈ വെയിലത്തൊക്കെ പോയിട്ടാ, ആ ബൈക്കിന് പുറകിൽ നിന്ന് വെയിലത്തൊക്കെയാ പോണത്. അവർക്കൊരു കാറ് മേടിച്ചെടുത്താലോ ഞാൻ ആലോചിക്കുകയാണ്. അത് നല്ല കാര്യമാണ്. കാറാണെങ്കിൽ ആകാശിന് ഓടിക്കാനും അറിയാം. അവർക്കൊരു അവിടെ ദേവമംഗലത്ത് കാറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആകാശിന് നല്ലൊരു കാറ് മേടിച്ചെടുക്കാം. അതെ, ഇപ്പൊ വിപണിയിലുള്ള ഏറ്റവും വലിയ കാറ് തന്നെ വാങ്ങിച്ചു കൊടുക്കുക. 7 സീറ്റിന്റെ വണ്ടിയാകുമ്പോ അവർക്ക് ബാക്കിയുള്ളവർ ഇരുത്താലോ. അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ നാളെ തന്നെ ബുക്ക് ചെയ്യാലോ ശാന്തി, തീർച്ചയായിട്ടും. പിന്നെ അവരെയും കൂടി വിളിച്ചേക്ക്, അവർക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാലോ. അതൊന്നും വേണ്ടെന്നേ, എന്റെ മോളുടെ ഇഷ്ടപ്പെട്ട കളർ എനിക്കറിയാലോ, അതുകൊണ്ട് ആ കളർ തന്നെ അവർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കാം. അവർക്ക് സർപ്രൈസ് ആയിട്ട് നമുക്ക് 2 പേരും കൂടി ദേവമംഗലത്ത് പോയിട്ട് ആ താക്കോൽ അങ്ങ് കൊടുക്കാം എന്ന് പറയാണ്. ശാന്തിയും പറയണ, ആ ശരിയാണ്, വലിയ നല്ല കാര്യം, മോൾക്ക് എനിക്കൊരു നല്ലൊരു മാലയും കൂടി കൊടുക്കണമെന്ന് പറയാണ്. ആഹാ, നീ കഴിഞ്ഞ മാസമല്ലേ മോൾക്ക് സ്വർണം കൊടുക്കാൻ വേണ്ടി പോയത്? അതെ, എന്നാലും എന്റെ മോൾക്ക് എത്ര കൊടുത്താലും എനിക്ക് മതിയാവില്ലല്ലോ. അവള് സ്വർണ്ണമൊക്കെ ഇടും, അതിനാ സ്വർണ്ണം ഇട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നാളെ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോ അതൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നാളെ ഒരു കാറും നല്ല നല്ല കനത്തിലൊരു സ്വർണ്ണമാലയും അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. ശരി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ആകാശിന് വലിയൊരു കാറ് കിട്ടാൻ പോവാട്ടോ. ഇനി കാറിന്റെ പേരിലേക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.